ഹലോ, ഇത് എൻ്റെ വണ്ടി ഓല S1 ആണ്. ഞാൻ ഈ വണ്ടി എടുത്തിട്ട് 1 വർഷവും 9 മാസവും ആയി. എനിക്കിപ്പോൾ 37,000 കിലോമീറ്റർ കഴിഞ്ഞു. ഫസ്റ്റ് ബ്രേക്ക് പാഡ് മാറ്റിയത് 30,000 കിലോമീറ്ററിലാണ്. വണ്ടി ഒരു 27,000 കിലോമീറ്റർ ഓടിയപ്പോൾ ചാർജർ കംപ്ലൈൻ്റായി. അത് ഒരാഴ്ച വീട്ടിൽ ഒതുക്കി വയ്ക്കേണ്ടി വന്നു. ചാർജർ ഒരു സമയത്തിന് തന്നൊന്നുമില്ല. ഒരാഴ്ച ഓടിയപ്പോഴാണ് ചാർജർ തന്നത്. ഇപ്പോൾ 37,000 കിലോമീറ്റർ ആയപ്പോൾ MCU അടിച്ചുപോയി. വണ്ടി ഓടിക്കൊണ്ടിരുന്നപ്പോൾ തേരിയിലെത്തിയപ്പോൾ MCU അടിച്ചുപോയി. അതിപ്പോൾ ചൊവ്വാഴ്ച വണ്ടി വീട്ടിൽ വന്ന് എടുത്തു. അവർ തന്നെ കൊണ്ടുപോയി. വെള്ളിയാഴ്ച 4 ദിവസമായപ്പോൾ വണ്ടി കിട്ടി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ വണ്ടി കിട്ടി. 2 ദിവസം കഴിഞ്ഞപ്പോൾ എക്കോ മോഡിൽ മാത്രം വണ്ടി പോകുന്നു. ഫോഴ്സ് മോഡോ നോർമൽ മോഡോ ഒന്നും ആവുന്നില്ല. എക്കോ മോഡിൽ മാത്രം വണ്ടി പോകുന്നു. അങ്ങനെ ഞാൻ ഒരാഴ്ച ആ എക്കോ മോഡിൽ തന്നെ വണ്ടി ഓടിക്കഴിഞ്ഞ് ഇപ്പോൾ ഇന്ന് മുതൽ അത് തന്നെ നോർമൽ മോഡും ഫോഴ്സ് മോഡും വരുന്നു. അല്ലെങ്കിൽ എക്കോ മോഡിൽ മാറി ഇപ്പോൾ തന്നെ അത് ആയി. ഒരാഴ്ച ഞാൻ എക്കോ മോഡിലാണ് ഓടിയത്. ഇപ്പോൾ എന്തായാലും വണ്ടി എടുക്കുന്നവർ എല്ലാം സൂക്ഷിച്ചെടുക്കുക. നമ്മളെ ഗ്യാരൻറ്റി കഴിയുമ്പോൾ വണ്ടി നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴാകുമ്പോൾ അവർ സർവീസ് സെൻറ്ററിൽ നിന്നും മാറ്റിത്തരും. സർവീസെല്ലാം ഫ്രീ ആയിട്ട് ചെയ്തു തരും. പക്ഷേ ഗ്യാരൻറ്റി കഴിയുമ്പോൾ ഇത് എന്താവുമെന്ന് ഇപ്പോൾ തന്നെ ഒരു പിടുത്തവുമില്ല. അതുകൊണ്ട് ഓല വണ്ടി എടുക്കുന്നവർ നോക്കി കണ്ടും എടുക്കുക. ഒരുപാട് കംപ്ലൈൻറ്റുകൾ ഗ്രൂപ്പിലൊക്കെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. വണ്ടി എനിക്ക് 30,000 കിലോമീറ്റർ ഓടിയപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ബ്രേക്ക് പാഡ് മാറിയത്. ഒരിക്കൽ തന്നെ ബ്രേക്ക് പാഡ് മാറിയിട്ടുള്ളൂ. വണ്ടി എടുക്കുന്നവരൊക്കെ നോക്കിയെടുക്കുക. സർവീസൊക്കെ വളരെ മോശമാണ് വണ്ടി. അതുകൊണ്ട് നോക്കിയും കണ്ടും എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഓക്കെ, എങ്കിൽ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഓക്കെ.